അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് നമ്മുടെ 14ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു മുത്തഹയ്യറ എന്ന പരിഭ്രമിച്ചവൾ എന്നവളുടെ വിധി നമുക്ക് പ്രത്യേകമായി അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന്. അതിൻ്റെ മുന്നോടിയായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ കാര്യങ്ങൾ ചുരുക്കി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്നത് ഒരാവശ്യമായി എനിക്ക് തോന്നുകയാണ്. ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത് ക്രമാനുഗതമല്ലാത്ത അവളുടെ ബ്ലീഡിങ്ങിനാണല്ലോ ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. ഇതിൽ 2-3 ഐറ്റക്കാരുണ്ട്. ഒന്ന് തുടക്കക്കാരി. ഈ തുടക്കക്കാരി എന്ന് പറയുന്ന ആദ്യമേ അവൾക്ക് പ്രായപൂർത്തി എത്തി ഈ ഋതുമതിയായത് മുതൽ അവൾ സ്ഥിരമായി രക്തം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരിക്കലും നിൽക്കാതെ. 15 ദിവസം ആണല്ലോ മാക്സിമം ഹൈല് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ 15 ദിവസം കഴിഞ്ഞിട്ടും നിൽക്കാതെ രക്തം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥക്കാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. അവൾ തുടക്കത്തിൽ തന്നെ അങ്ങനെയാണെങ്കിൽ, ഒരു പെൺകുട്ടി പ്രായപൂർത്തി ആയത് മുതൽ അവൾക്ക് പിന്നീട് രക്തം നിൽക്കുന്നേ ഇല്ല, അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവളെ സംബന്ധിച്ചാണ് നമ്മൾ തുടക്കക്കാരി എന്ന് പറയുന്നത്. അവള് അത് തുടങ്ങിയത് മുതൽ 24 മണിക്കൂർ മാത്രം ഹൈലായി കണക്കാക്കി, ബാക്കി ആ മാസത്തിലെ 29 ദിവസം ശുദ്ധിയായി കണക്കാക്കി നിസ്കാരം, നോമ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് വേണ്ടത്. അവൾ നിത്യ സ്ഥിര അശുദ്ധിക്കാരി എന്ന് പറഞ്ഞാൽ ഒതു മുറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായതുകൊണ്ട് അവൾ സമയം ആയതിനു ശേഷം ആ ഭാഗത്തൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ പഞ്ഞി പോലത്തതൊക്കെ വെച്ച് കെട്ടി അവൾ ഭദ്രമാക്കി വേഗം ഒതെടുത്ത് വേഗം നിസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്കി 29 ദിവസങ്ങളും നിസ്കരിക്കണം. ഒരു ദിവസം മാത്രം ഹൈലായി ആചരിക്കുകയും വേണം. ഇനി വേർതിരിവ് ഉണ്ടെങ്കിൽ, വേർതിരിവ് എന്ന് പറഞ്ഞാൽ അവിടെ രക്തത്തിൽ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും എന്ന നിലക്കുള്ള ശക്തിയുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള 2 തരം രക്തം ഉണ്ടാകുന്ന അവസ്ഥക്കാണ് വേർതിരിവ് എന്ന് പറയുന്നത്. അത് നിബന്ധനയൊത്ത വേർതിരിവല്ലെങ്കിൽ വേർതിരിവില്ലാത്തവരുടെ വിധിയാണ് അതിനുള്ളത്. ഉദാഹരണത്തിന് 2 മണിക്കൂർ എപ്പോഴെങ്കിലുമൊക്കെ കറുത്ത രക്തം കാണും, പിന്നെ ബാക്കി സമയത്ത് മുഴുവനും ചുവന്ന രക്തമാണ്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ മാത്രം ഹൈല് നോക്കാൻ നിവൃത്തില്ലല്ലോ. കാരണം ഹൈലിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 24 മണിക്കൂറാണ് ഹൈലിൻ്റെ മിനിമം, മാക്സിമം 15 ദിവസമാണ്. അപ്പോൾ നിബന്ധന ഒക്കാത്ത വേർതിരിവായതുകൊണ്ട് അത് വേർതിരിവില്ലാത്തവൾ എന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുക. നിബന്ധനയൊത്ത വേർതിരിവുള്ളവൾ, അതായത് ശക്തിയുള്ള രക്തം ഹൈലായി കണക്കാക്കാൻ സാധിക്കുമെങ്കിൽ, അതിൻ്റെ ഷർത്ത് നമുക്കറിയാം, 24 മണിക്കൂറിൽ കുറയാൻ പാടില്ല, 15 ദിവസത്തിൽ കവിയാനും പാടില്ല. ആ നിലക്ക് ശക്തിയുള്ള രക്തം കാണുകയും ബാക്കി ദിവസങ്ങളിലൊക്കെ ശക്തിയില്ലാത്ത രക്തവുമാണ് കാണുന്നതെങ്കിൽ ആ വേർതിരിവ്, ആ ശക്തിയുള്ളത് ഹൈലായിട്ടും ബാക്കിയുള്ളത് മേൽ പറഞ്ഞതുപോലെ ശുദ്ധിയുള്ളതായിട്ടാണ് കണക്കാക്കുക. ഇവിടെ ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒതുമുറിയൂല എന്നല്ല, അവൾക്ക് നിസ്കാരം നിർബന്ധമാണ് എന്ന വലിയ അശുദ്ധി ആണുള്ള ഹൈല്. ആ വലിയ അശുദ്ധിക്കാരിയല്ല, അവൾ ശുദ്ധിയുള്ളവളാണ്. അപ്പോൾ നിസ്കാരം, നോമ്പ് പോലത്തതൊക്കെ അവൾ നിർവഹിക്കണം എന്ന അർത്ഥത്തിനാണ്. അപ്പോൾ ആ ശക്തിയുള്ള രക്തം മാത്രം ഹൈലായി കണക്കാക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഹൈലായി കണക്കാക്കുകയും ബാക്കി മുഴുവനും ശുദ്ധിയായി കണക്കാക്കി നിസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയുമാണ് വേണ്ടത്. ഇനി ശക്തിയുടെ ക്രമം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടി നമ്മൾ പറയാണ്. കറുപ്പും കട്ടിയും ദുർഗന്ധവും ഉണ്ടെങ്കിൽ, അതായത് കളറിലും അതിൻ്റെ കട്ടി, സഹാനത്ത് ഹിഫത്ത്, അതിൻ്റെ കട്ടിയും കട്ടി കുറവും, അതുപോലെ അതിൻ്റെ മണമില്ലായ്മ, ഇങ്ങനെയുള്ള 3 കൂടി ഉണ്ടെങ്കിൽ, ആ 3 ഉള്ളത് നല്ല കറുത്ത കട്ടിയുള്ള ഗന്ധമുള്ള രക്തമാണെങ്കിൽ അതാണ് ഏറ്റവും ശക്തിയുള്ളത്. അത് മാത്രം ഹൈലായി കണക്കാക്കാൻ നിവൃത്തിയുണ്ടോ നോക്കുക. അതായത് 24 മണിക്കൂറിൽ കുറയാതെയും 15 ദിവസത്തിൽ കവിയാതെയും ഈ 3 കൂടിയ രക്തമുണ്ടെങ്കിൽ അത് മാത്രമാണ്. ഇത് 2 ദിവസമാണെങ്കിൽ ആ 2 ദിവസത്തെ ഹൈല്, ബാക്കി 28 ദിവസവും ശുദ്ധി എന്നാണ് വെക്കേണ്ടത്. ഇതിൽ 3 കൂടി
ഉള്ളതാണ് ഏറ്റവും ശക്തിയുള്ളത്. രണ്ടാം സ്ഥാനം ഇതിൽ രണ്ടെണ്ണം മാത്രം ഉള്ളത്, അതായത് കറുപ്പും കട്ടി മാത്രം, അല്ലെങ്കിൽ കട്ടിയും ഗന്ധവും മാത്രം, അല്ലെങ്കിൽ കറുപ്പും ഗന്ധവും മാത്രം എന്നിങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം മാത്രം. മൂന്നും ഉണ്ടായാൽ ഏറ്റവും ശക്തിയുള്ളത്. ഈ മൂന്നിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ താഴെയുള്ളത്. നാലാം സ്ഥാനം ചുവപ്പ് രക്തത്തിനാണ്. കറുപ്പ് ഇല്ല, കറുപ്പ് മാത്രമുള്ളത് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളത് മൂന്നാം സ്ഥാനം. പിന്നെ നാലാം സ്ഥാനം ചുവപ്പ് രക്തം, അഞ്ചാം സ്ഥാനം മഞ്ഞ, ആറാം സ്ഥാനം ഒരു കലക്ക് വെള്ളം, ഒരു രക്തത്തിൻ്റെയോ അല്ലെങ്കിൽ മഞ്ഞയോ കറുപ്പോ കലർന്നുകൊണ്ടുള്ള ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനാണ് ആറാം സ്ഥാനം. അതാണ് ഏറ്റവും ശക്തി കുറഞ്ഞത്. ഇങ്ങനെ ഈ പറഞ്ഞ നിബന്ധനയൊത്ത നിലക്ക് കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതും എന്ന നിലക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവർ വേർതിരിവ് പരിഗണിച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. വേർതിരിവ് മാത്രം ഹൈലായി പരിഗണിക്കുകയും ആ ശക്തിയുള്ളത് ഹൈലായി പരിഗണിക്കുകയും അല്ലാത്തത് ശുദ്ധിയായി പരിഗണിക്കുകയുമാണ് വേണ്ടത്. ഇനി വേർതിരിവില്ലാത്തവളും അവൾ പതിവുകാരിയുമാണെങ്കിൽ, അതായത് തുടക്കക്കാരിയല്ല പതിവുകാരിയാണ്, ആ പതിവുകാരിക്ക് വകതിരിവുണ്ടെങ്കിൽ ആ വേർതിരിവ് തന്നെയാണ് അവളും പരിഗണിക്കേണ്ടത്. കഴിഞ്ഞ മാസം ഉണ്ടായതെങ്ങനെ എന്ന് നോക്കല്ല വേണ്ടത്. ഇപ്പം തുടങ്ങിയപ്പോൾ പിന്നെ നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും മേൽ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ ആ കട്ടിയുള്ളത് ഹൈലും കട്ടിയില്ലാത്തത് ശുദ്ധിയും എന്ന് വെക്കണം. ഇനി വേർതിരിവില്ല, ഒരേ ക്രമത്തിലുള്ള രക്തം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് മുമ്പ് പതിവുണ്ട് താനും എങ്കിൽ കഴിഞ്ഞ മാസം എത്രയാണ് അവൾക്ക് ഹൈലുണ്ടായതെങ്കിൽ അത് ഹൈലായി കണക്കാക്കുകയും ബാക്കി ശുദ്ധിയായി കണക്കാക്കുകയുമാണ് വേണ്ടത്. ഇനി അവൾക്ക് പതിവുണ്ട്, അതായത് മുമ്പ് ഹൈലുണ്ടായിട്ടുണ്ട്, ഒരിക്കൽ ഹൈലുണ്ടായാൽ മതി, സ്ഥിരമായി ഹൈലുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ഏതാണ് പതിവിൽ പരിഗണിക്കുക എന്നാണ്. അങ്ങനെ പതിവ് അവൾക്കുണ്ട്, പക്ഷെ ആ പതിവ് ഓർമ്മയില്ല എന്ന് വിചാരിക്കുക. എന്നാൽ അവിടെ രണ്ടഭിപ്രായമാണ് ഫുഖാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, അവൾ ഒരു ദിവസം ഹൈലും ബാക്കി ശുദ്ധിയും ആയി കണക്കാക്കണം എന്നാണ്. അത് താരതമ്യേന വളരെ എളുപ്പമുള്ള പ്രയാസമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെ നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അവൾ സൂക്ഷ്മത കാണിക്കണം എന്നാണ്. അഥവാ അവൾക്ക് മുത്തഹയ്യറ എന്നാണ് പറയാം. പതിവ് അവൾക്കുണ്ട്, വേർതിരിവ് അവളുടെ രക്തത്തിൽ ഇല്ലതാനും. അതോടൊപ്പം പതിവ് അവൾ മറന്നു പോവുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം എങ്ങനെ എന്നത് അവൾക്ക് ഓർമ്മയില്ല. അങ്ങനെയുള്ളവളെ സംബന്ധിച്ചിടത്തോളമാണ് പരിഭ്രമിച്ചവൾ മുത്തഹയ്യറ എന്ന് ഫുഖഹക്കൾ പറയുന്നത്. അവൾ മുത്തഹയ്യറത്താണ്, പരിഭ്രമിച്ചവളാണ്. അപ്പോൾ അവൾ ചെയ്യേണ്ടത് മുഅ്തമദനുസരിച്ച്, നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവൾ സൂക്ഷ്മത കാണിക്കുകയാണ് വേണ്ടത്. കാരണം അവളുടെ ഓരോ സമയവും ഹൈലാകാനും ശുദ്ധിയാകാനും സാധ്യതയുള്ളതാണ്. അവളുടെ പതിവുകൾക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഓരോ സമയവും അവൾക്ക് ഹൈല് രക്തം തൊട്ട് മുമ്പ് മുറിഞ്ഞിട്ടുണ്ടാവാം എന്ന സാധ്യതയുമുണ്ട്, ഹൈൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അവൾ ചെയ്യേണ്ടത് ഓരോ വക്തിലും സമയമായതിനു ശേഷം കുളിച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഓരോ സമയത്തും. അപ്പം 5 നേരവും അവൾ കുളിച്ച് നിസ്കരിക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മുഅ്തമദനുസരിച്ച് അവൾക്ക് ജീവിക്കുക എന്നത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് മറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. അവരുടെ ഓരോ മാസത്തെയും പീരിയഡ്സിനെ കുറിച്ചൊക്കെ അവൾക്ക് അവബോധമുണ്ടാവുകയും അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം എപ്പോഴാണ് ഈ രോഗം വരിക, ഈ ബ്ലീഡിങ് തുടങ്ങാമെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെയാണ് അവളുടെ ഹൈലുണ്ടായത്, മാസമുറ ഉണ്ടായത് എന്ന് അവൾ ഓർത്തിരിക്കുന്നത് അത്യാവശ്യമാണ്. അഥവാ മറന്നുപോയാൽ ഈ പരിഭ്രമിച്ചവൾ എന്ന അർത്ഥത്തിനുള്ള മുത്തഹയ്യറ എന്ന വിഭാഗത്തിലാണ് അവൾ പെടുക. അപ്പോൾ മുത്തഹയ്യറത്താവുമ്പോൾ അവൾ എല്ലാ വക്തിലും കുളിയോടൊപ്പം തന്നെ അവിടെ നജസ് വന്നുകൊണ്ടിരിക്കുന്ന, അതായത് കൊണ്ട് നജസ് കഴുകി വൃത്തിയാക്കി കുളിച്ച് പഞ്ഞി പോലത്തെ ഒക്കെ നിറച്ച് കെട്ടി ഭദ്രമാക്കി, പുറത്തേക്ക് വരാത്ത വിധം ഭദ്രമാക്കി പെട്ടെന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിസ്കാരത്തിന് അങ്ങനെ ചെയ്യണം. ഓരോ വക്തിനും കുളിച്ച് നിസ്കരിക്കണം. പിന്നെ
നോമ്പ്, റമദാൻ നോമ്പ് അവൾക്ക് ഓരോ ദിവസവും അയലാകാനും ശുദ്ധിയാകാനും സാധ്യത ഉണ്ടായതുകൊണ്ട് റമദാനിലെ മുഴുവൻ ദിവസങ്ങളിലും ശുദ്ധിയാകാൻ സാധ്യത പരിഗണിച്ചുകൊണ്ട് എല്ലാ ദിവസവും നോമ്പ് നോൽക്കണം. പക്ഷേ എല്ലാ ദിവസവും നോമ്പ് നോറ്റാലും ഒരു മാസം നോമ്പ് ഫുള്ള് നോമ്പ് നോറ്റാൽ അവൾക്ക് 14 നോമ്പേ കിട്ടുള്ളൂ. കാരണം അതിൽ അവർക്ക് അക്സറുൽ ഹൈല്, ഏറ്റവും കൂടിയ ഹൈൽ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് 16 നോമ്പ്, ഒരു പകലിൽ തുടങ്ങി മറ്റൊരു പകലിൽ അവസാനിക്കുന്ന വിധം 15 ദിവസമാണ് ഹൈലുണ്ടായതെങ്കിൽ അവരുടെ നോമ്പിൽ നിന്ന് 16 നോമ്പ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ 16 നോമ്പ് നഷ്ടപ്പെട്ട് ബാക്കി 14 നോമ്പേ അവൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വച്ച് ആ 14 നോമ്പും കൂടി ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതിനെന്ത് വേണം? തൊട്ടടുത്ത മാസവും തുടർച്ചയായി ഒരു മാസം നോമ്പ് നോൽക്കണം. റമദാൻ ഫുള്ളും, പിന്നെ പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് നോൽക്കാൻ പാടില്ലല്ലോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു 30 ദിവസവും അവൾ തുടർച്ചയായി നോമ്പ് നോൽക്കണം. അപ്പോൾ അവൾക്ക് ഈ മാസം റമദാനിൽ നിന്ന് 14 കിട്ടും, തൊട്ടടുത്ത മാസത്തിൽ നിന്ന് 14 കിട്ടും. അങ്ങനെ 28 നോമ്പ് കിട്ടും. ബാക്കി ഇനി ഒരു 2 നോമ്പ് കൂടി അവളുടെ മേൽ അവശേഷിക്കും, നോറ്റ് വീട്ടാൻ കടമായി അവശേഷിക്കും. ആ നോമ്പ് വീടിക്കിട്ടാൻ അവൾ ഒരു 18 തുടർച്ചയായ 18 ദിവസങ്ങളെ കണക്കാക്കുക. ഒരു കലണ്ടർ എടുത്തിട്ട് 1-ാം തീയതി മുതൽ 18-ാം തീയതി ഉൾപ്പെടെയുള്ള 18 ദിവസങ്ങൾ, അങ്ങനെ തന്നെ ആയിക്കോളണമെന്നില്ല. അല്ലെങ്കിൽ 2-ാം തീയതി മുതൽ 19-ാം തീയതി വരെ, അല്ലെങ്കിൽ 3-ാം തീയതി മുതൽ 20-ാം തീയതി വരെ എന്നിങ്ങനെ തുടർച്ചയായ ഏതെങ്കിലും ഒരു 18 ദിവസത്തെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ 1 മുതൽ 18-ാം തീയതി വരെയാണ് കണക്കാക്കിയിട്ടുള്ളെങ്കിൽ 1, 2, 3 ആദ്യത്തെ 3 ദിവസം മോൾ നോമ്പ് നിൽക്കുക. പിന്നെ അവസാനത്തെ 16, 17, 18 ആ ദിവസങ്ങളിൽ നോമ്പ് നിൽക്കുക. ഇനി 3-ാം തീയതിയാണ് തുടങ്ങിയെങ്കിൽ 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി ആദ്യത്തെ 3 ദിവസം നോമ്പ് നിൽക്കുക. എന്നിട്ട് അവസാനത്തെ 19-ാം തീയതി, 20-ാം തീയതി, 21-ാം തീയതി അങ്ങനെ അവസാനത്തെ 3 ദിവസവും നോമ്പ് നിൽക്കുക. അങ്ങനെ 18 ദിവസം തുടർച്ചയായി ഒരു 18 ദിവസം അടയാളപ്പെടുത്തി ആ 18-ൽ നിന്ന് ആദ്യത്തെ 3-ഉം അവസാനത്തെ 3-ഉം നോറ്റാൽ അവൾക്ക് 2 നോമ്പ് അതിൽ നിന്ന് കിട്ടുമെന്നുറപ്പായി. ആ 6 നോമ്പ് അത് അവളുടെ ഹൈല് എന്ന് തുടങ്ങി എന്ന് സങ്കല്പിച്ചാലും, എന്നാണ് തുടങ്ങിയത് എന്ന് സങ്കല്പിച്ചാലും ഈ ദിവസം, കാരണം മാക്സിമം 16 ദിവസമല്ലേ ഈ ഹൈല് കൊണ്ട് നോമ്പ് പോകുള്ളൂ. അപ്പോൾ 16 ദിവസം പോയാൽ 17-ഉം 18-ഉം ഓൾക്ക് പിന്നെ കിട്ടും. ഇനി 2-ാം തീയതിയാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 1-ാം തീയതിക്കത്തവും കിട്ടി, 18-ാം തീയതിക്കത്തവും കിട്ടി. അങ്ങനെ ഈ വിധത്തിൽ ഒരു 6 ദിവസം നോമ്പ് നോറ്റാൽ ഒരു 18 ദിവസം കണക്കാക്കി അതിൽ ആദ്യത്തെ 3 ദിവസവും അവസാനത്തെ 3 ദിവസവും നോമ്പ് അനുഷ്ഠിച്ചാൽ ബാക്കിയുള്ള 2 ദിവസത്തെ നോമ്പും അവൾക്ക് കരസ്ഥമാവും. ഇങ്ങനെ ആണ് റമദാൻ നോൽക്കേണ്ടത്. അപ്പോൾ നിസ്കാരത്തിൽ എല്ലാ ദിവസവും ഓരോ വഖത്തിലും അവൾ കുളിച്ച് നിസ്കരിക്കണം എന്ന ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പുറമെ നോമ്പിന് ഇങ്ങനെ ഒരു പ്രശ്നവുമുണ്ട്. റമദാൻ ഫുള്ള് നോമ്പ് നിൽക്കണം, അതിൻ്റെ ശേഷം ഒരു 30 ദിവസവും തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കണം. അതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു 18 ദിവസം കണക്കാക്കി അതിൽ ആദ്യത്തെ 3-ഉം അവസാനത്തെ 3-ഉം അങ്ങനെ 30, 30, 60, 66 നോമ്പ്. ഇനി റമദാൻ 29 കിട്ടിയുള്ളൂവെങ്കിൽ 65 നോമ്പ് നോറ്റാലാണ് അവളുടെ റമദാൻ നോമ്പ് ഖളാ വീടി കിട്ടുകയുള്ളൂ. ഇങ്ങനെയാണ് മുത്തഹയ്യറത്തിൻ്റെ മസ്അല നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച്. അപ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവൾ ഒരു ദിവസം ആ മാസത്തിലെ ആദ്യത്തെ ദിവസം ഹൈലായി പരിഗണിക്കുകയും ബാക്കി ദിവസങ്ങളെല്ലാം ശുദ്ധിയായി പരിഗണിച്ചുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്യാം എന്നാണ് പ്രബലമല്ലാത്ത രണ്ടാമത്തെ അഭിപ്രായമുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒരു ചർച്ചാ വിഷയമാണ്. അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, ഏത് അഭിപ്രായങ്ങളും എടുത്ത് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് മസ്അലയുള്ളത്. പക്ഷേ ലക്ഷ്യം എന്താകരുത്, വെറും തട്ടിപ്പാകരുത്. അള്ളാഹുവിൻ്റെ വിധി കഴിയുന്നത്ര വിധികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ലാവിഷായി ജീവിക്കുക എന്നതാകരുത്. നേരെ മറിച്ച് കുടുങ്ങിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെയല്ലാതെ നിവൃത്തിയില്ല എന്ന് വരുന്ന ഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ, പ്രമാണയോഗ്യമായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് നമുക്ക്
രണ്ടാമത്തെ അഭിപ്രായവും ഒക്കെ എടുത്ത് നമുക്ക് ജീവിതത്തിൽ പകർത്താവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീനിൻ്റെ അഹ്കാമുകൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പഠന മനനങ്ങൾ അള്ളാഹു സുഗമമാക്കി തരട്ടെ. സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് നല്ല പണ്ഡിത വനിതകളായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളും ദുആ ചെയ്യണം എന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.